ഒരിക്കലൊരു കപ്പൽ യാത്രാമധ്യേ നടുക്കടലിൽ വെച്ച് വലിയൊരു കൊടുങ്കാറ്റിൽ പെട്ടു. അവസാനം കടലിലെ വലിയ തിരമാലകളിൽ ആടിയുലഞ്ഞ് ആ കപ്പൽ നിലംപൊത്തി. കപ്പലിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും ആ ദുരന്തത്തിൽ ആഴക്കടലിൽ മൺമറഞ്ഞു. പക്ഷെ ഒരാളൊഴിച്ച് ആ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെയോ ഒരു കടൽ തീരത്ത് വന്നടിഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് അയാളുടെ ബോധം തിരിച്ചു കിട്ടി. എങ്ങനെയൊക്കെയോ കൺതുറന്ന് അയാൾ നോക്കുമ്പോൾ അയാൾ കാണുന്നത് അയാളൊരു ദ്വീപിലാണെന്നുള്ള സത്യമാണ്. ഒറ്റപ്പെട്ട ദ്വീപിൽ തന്നെ ആരും രക്ഷിക്കാൻ വരില്ലെന്ന സത്യം മനസ്സിലാക്കിയ അയാൾ ഉടനെ തന്നെ കരഞ്ഞുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓ എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ, ആരെയെങ്കിലും ഇങ്ങോട്ട് സഹായത്തിനയച്ച് ഈ ദ്വീപിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അയാൾ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആരും തന്നെ അയാളെ രക്ഷിക്കാൻ ആ ദ്വീപിലേക്ക് വരിക പോലും ഉണ്ടായില്ല. അങ്ങനെ ദിവസങ്ങളോളം രാത്രിയിൽ ആ വിജനമായ ദ്വീപിൻ്റെ തീരത്ത് തന്നെ കിടന്ന് ജീവിതം തള്ളി നീക്കിയ അയാൾ ഓരോ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിച്ചെങ്കിലും ഒരു സഹായവും അയാളെ തേടി വന്നില്ല. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ നീണ്ടു. അയാൾ ഏതാണ്ട് പ്രാകൃതമായ രൂപത്തിലും കോലത്തിലൊക്കെ ആയി. അയാൾ പൂർണ്ണമായിട്ടും അപ്പോൾ നിരാശനായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. ഒടുവിൽ അയാളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇനി രക്ഷയില്ല. അങ്ങനെ അയാൾ തകർന്നടിഞ്ഞ കപ്പലിൻ്റെ അടിഞ്ഞ അവശിഷ്ടങ്ങളും ദ്വീപിൽ കിടന്നിരുന്ന മരത്തടികളും കൊണ്ടൊക്കെ അയാൾക്ക് കിടന്ന് ഉറങ്ങുന്നതിനുള്ള ഒരു കുടിൽ നിർമ്മിച്ചെടുത്തു. ജീവൻ നിലനിർത്താൻ വേണ്ടി നാളികേരവും പച്ചമീനിനെയൊക്കെ പിടിച്ച് അയാൾ തിന്നാൻ തുടങ്ങി. അങ്ങനെ അയാൾ ആ ദ്വീപ് ജീവിതത്തോടൊക്കെ ഇണങ്ങി അവിടുത്തെ ഒരാളെപ്പോലെയായി. ഒരിക്കൽ അയാൾ തീ ഉണ്ടാക്കിയതിന് ശേഷം തീ അതുപോലെ തന്നെ നിലനിർത്തിയതിന് ശേഷം പുറത്തേക്ക് ചുടാനുള്ള മീനിനെയൊക്കെ പിടിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ മീനിനെയും കോർത്ത് തിരികെ വരുമ്പോൾ അയാൾ കാണുന്നത് തൻ്റെ കുടിൽ തീയിൽപ്പെട്ട് കത്തി അമർന്ന് ഇല്ലാതെയാകുന്നതാണ്. ഇത് കണ്ട് അയാൾക്ക് ദുഃഖം താങ്ങാനായിട്ട് കഴിഞ്ഞില്ല. കാരണം അയാൾക്ക് ആകെപ്പാടെ തണുപ്പിൽ നിന്ന് രക്ഷ നേടാനുള്ള കുടിലായിരുന്നു അത്. ദേഷ്യം കൊണ്ട് അയാൾ രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തിയിട്ട് പരാതി പറയാൻ തുടങ്ങി. ഓ എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയോട് പറഞ്ഞത് ആരെങ്കിലും എന്നെ രക്ഷിക്കാൻ അയക്കണമെന്നല്ലേ? എന്നിട്ട് നീ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടതുമില്ല. എനിക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന കുടിൽ കത്തിച്ച് കളയ കൂടി ചെയ്തു. നീ ക്രൂരനാണ് ദൈവമേ. അയാൾ നിരാശയും സങ്കടവും ദേഷ്യവും എല്ലാം കൊണ്ട് വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി. സന്ധ്യ മയങ്ങി. ഏതാണ്ട് രാത്രിയാകുന്നവരെ അയാൾ ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ആ മണൽത്തട്ടയിൽ നിലവിളിച്ചു കൊണ്ടങ്ങനെ കിടന്നു. കരഞ്ഞ് കരഞ്ഞ് തളർന്ന് അയാൾ ആ കടൽ തീരത്ത് തന്നെ കിടന്നുറങ്ങിപ്പോകുന്നു. അതിരാവിലെ അയാൾ ഉറക്കം എണീക്കുന്നത് അതിഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദവും കേട്ടുകൊണ്ടാണ്. അയാൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു കപ്പൽ ആ ദ്വീപിലേക്ക് അടുത്തടുത്ത് വരുന്നതായിട്ടാണ്. അയാൾക്ക് അയാളുടെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാനായില്ല. അയാൾക്ക് സന്തോഷം അടക്കി നിർത്താനായില്ല. കാരണം അവസാനം സഹായം അയാളെ തേടി എത്തിയിരിക്കുകയാണ്. അയാൾ അങ്ങനെ ആ കപ്പലിലേക്ക് ചാടിക്കയറി. ഉടനെ തന്നെ കപ്പൽ ദ്വീപ് വിട്ട് നടുക്കടൽ ലക്ഷ്യമാക്കി സഞ്ചരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ കപ്പലിലെ ക്യാപ്റ്റനോട് ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഞാൻ ഈ ദ്വീപിൽ അകപ്പെട്ട് കിടക്കുകയാണെന്ന്? അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, ഓ അതോ താങ്കൾ ദ്വീപിൽ നിന്ന് ഒരു ഫയർ സിഗ്നൽ തന്നിരുന്നില്ലേ? അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആരോ ദ്വീപിൽ അകപ്പെട്ട് കുടുങ്ങി കിടക്കുകയാണെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ദ്വീപിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഫയർ സിഗ്നലോ? അതിന് ഞാൻ ഫയർ സിഗ്നലൊന്നും തന്നിരുന്നില്ലല്ലോ. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, ഏയ് അല്ല, ഞങ്ങളിവിടെ എത്തിച്ചേർന്നത് ഫയർ സിഗ്നൽ കണ്ടിട്ട് തന്നെയാണ്. അയാൾ ഉടൻ ചിന്തിക്കാൻ തുടങ്ങി. ഉടനെ അയാൾക്ക് പിടികിട്ടി കാര്യം. തൻ്റെ കുടിൽ ഇന്നലെ തീയിൽ അകപ്പെട്ട് കത്തി അമർന്നിരുന്ന കാര്യം അയാൾക്ക് അപ്പോൾ ബോധ്യമായി. ക്യാപ്റ്റൻ പറയുന്ന ഈ ഫയർ സിഗ്നൽ എന്നത് തൻ്റെ കുടിൽ കത്തിയത് കൊണ്ടുണ്ടായ തീയാണെന്ന് അങ്ങനെ അയാൾക്ക് ആ കാര്യം ബോധ്യപ്പെട്ടു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, തന്നെ ഈ ദ്വീപിൽ നിന്ന് രക്ഷിക്കാനായിട്ടാണ് ആ കുടിൽ കത്തിയതെന്നുള്ള ബോധ്യം അയാൾക്ക് വന്നു. അവൻ അന്ന് ഒരു കാര്യം മനസ്സിലാക്കി. ദൈവത്തിൻ്റെ പദ്ധതി എന്നത് നമ്മുടെ പദ്ധതിയേക്കാൾ വളരെ വലുതായിരിക്കും എന്നത്. അങ്ങനെ അവൻ ദൈവത്തോട് നന്ദി പറയാൻ ആരംഭിച്ചു. നമ്മുടെ ജീവിതത്തിലായാലും ഇതുപോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയ വലിയ പ്ലാൻ, അതായത് പദ്ധതിയൊക്കെ അങ്ങ് രൂപീകരിക്കും. പക്ഷേ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതൊന്നും ഒരിക്കലും സംഭവിക്കത്തുമില്ല. അതായത് നമ്മുടെ ഇഷ്ടത്തിനും മോഹത്തിനും ഒന്നും അനുസരിച്ച് ഒന്നും തന്നെ നടക്കില്ല. അപ്പോൾ നമ്മൾ ഈ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ശുഷ്കമായ മനസ്സ്, അതായത് നമ്മുടെ ലിമിറ്റഡ് മൈൻഡ് കൊണ്ട് അങ്ങ് വിലയിരുത്തും. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മളെ പിടിമുറുക്കുമ്പോൾ നമ്മുടെ വിശ്വാസമെല്ലാം ചോർന്നു പോവും. നമ്മുടെ ക്ഷമ നശിക്കും, പ്രതീക്ഷകളെല്ലാം ഇല്ലാണ്ടാകും. അവസാനം നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും.
പക്ഷേ ഇതെല്ലാം സംഭവിക്കുമ്പോഴും ആരാണോ ദൈവത്തിൽ കഠിനമായിട്ടുള്ള വിശ്വാസം വെച്ച് പുലർത്തുന്നത്, അതായത് നമ്മുടെ ലോകത്തിൽ ഏതാണ്ട് 7 ബില്യണോളം ആളുകളാണ് ഉള്ളത്. ഈ ആളുകളിലെല്ലാം ദൈവത്തിന് തൻ്റെ പദ്ധതികളും ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നമ്മുടെ പ്രയത്നങ്ങൾ ദൈവത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നമ്മുടെ പ്രയത്നങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹവും എല്ലാം ഒന്നു ചേർന്ന് ഏതൊരു വലിയ പ്രശ്നത്തിൽ നിന്നും നമ്മളെ കരകയറ്റിയിരിക്കും. അപ്പോൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പദ്ധതികളെല്ലാം തകർന്നടിയുന്നു എന്നൊരു തോന്നലുണ്ടായെങ്കിൽ സംഭവിക്കുന്നതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനും മോഹത്തിനും എതിരായിട്ടാണെങ്കിൽ നമ്മൾ അപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന് നിങ്ങളെപ്പറ്റി മറ്റൊരു പദ്ധതിയാണുള്ളത്. പിന്നെ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ ശരിക്കും അങ്ങോട്ട് പതിപ്പിച്ച് വയ്ക്കുക. അവൻ്റെ പദ്ധതി എന്നത് നിങ്ങൾ സ്വപ്നം കണ്ടതിലും കൊതിച്ചതിലും മോഹിച്ചതിലും ഒക്കെ വലുതായിരിക്കും, ബോൾഡായിരിക്കും.